വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 16. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നതും മാത്രം സംസാരിക്കും. വരുവാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം ഒന്നായിരിക്കുന്ന ആത്മീയ അനുഭവം. 3 പേരും വ്യത്യസ്ത വ്യക്തികളാണ്, അതേസമയം അവർ ഒന്നുമാണ്. ഏകദൈവത്തിലുള്ള വിശ്വാസമാണ് നാം നിരന്തരം പ്രഖ്യാപിക്കുക. പരിശുദ്ധ ത്രിത്വം ഏകമാണ്, വിശുദ്ധമാണ്. പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം മാനുഷിക ശക്തിയിൽ നിന്നുകൊണ്ട്, ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ സംശയത്തിന് ഇടയാകുന്ന ഒന്നാണ്. എന്നാൽ ആന്തരികവും ആധ്യാത്മികവുമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്നും ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നുവെന്നും ഉൾക്കൊള്ളുവാൻ സാധ്യമാകും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഈ പരിശുദ്ധ ത്രിത്വ അനുഭവം വിശുദ്ധ ബൈബിളിൽ അനേകവട്ടം നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാക്ഷ്യം നൽകുവാനും സാധിക്കും. ഇന്നത്തെ ആദ്യ വായന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം അരുൾ ചെയ്യുന്നു, കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ സൃഷ്ടികളിലേക്കും ആദ്യത്തേതുമായി തന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അതിർത്തി നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് സമസ്തവും രൂപപ്പെടുത്തി. എല്ലാ സൃഷ്ടിയുടെയും ആരംഭം ദൈവമാണെന്നും അവിടുന്നാണ് ഭൂമിയും അവരുടെ സമസ്തവും രൂപവും ഭാവവും നൽകി നിർമ്മിച്ചതെന്നും സുഭാഷിതം പറയുന്നു. വിജ്ഞാനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് മാത്രമേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ രണ്ടാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്തിൻ്റെ ആഴമായ ബലങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നു. അപ്പോൾ പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുകയില്ല എന്നും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നവർ ഭഗ്നാശരാകേണ്ടി വരികയില്ല എന്നും നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തെ നമുക്ക് വെളിവാക്കി തരുന്നു. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമ പുസ്തകത്തിൽ ഏറെ പ്രത്യേകമായ വിധം പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യസ്ത ഇടങ്ങൾ ഉണ്ട്. യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ അവിടുന്ന് ജോർദാൻ നദിയിൽ ഇറങ്ങുമ്പോൾ സ്വർഗത്തിലെ പിതാവ് വിളിച്ചു പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇതാ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാം ഒരുമിച്ച് കണ്ടു. യേശു രൂപാന്തരപ്പെടുമ്പോൾ ഇതാ പ്രകാശപൂരിതനായി നിൽക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സ്വർഗപിതാവിൻ്റെ സ്വരവും കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചു നിൽക്കുന്ന ഇടമാണത്. മത്തായി സുവിശേഷം 28 അധ്യായം 19 തിരുവചനത്തിൽ യേശു ജനതകളെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. 2 കൊരിന്തോസ് 13 അധ്യായം 14 വാക്യത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഐക്യത്തിൻ്റെ ബലം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 1 അധ്യായം 2 തിരുവചനത്തിൽ പിതാവിൻ്റെ വിജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണവും പുത്രനായ ദൈവത്തിൻ്റെ അനുസരണവും എടുത്തു കാണിക്കുന്നു. ദൈവപിതാവിൻ്റെ പദ്ധതികളെ വിവേകിച്ചറിയുവാൻ
നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും കൃപകളും ഉണ്ടാകണം. മാനുഷിക ബുദ്ധിക്ക് അതീതമായി ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും ആശ്രയിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ മാത്രമാണ് പരിശുദ്ധ ത്രിത്വത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാവുക. ഈ വിശുദ്ധ ദിനം നമുക്കും ദൈവത്തിൻ്റെ വിജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികളെ, അവൻ്റെ കൃപകളെ ഉൾക്കൊള്ളാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.